ഹലോ ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ വിശേഷം എന്ന് വെച്ചാൽ നമ്മുടെ റിസപ്ഷനിലെ കൊച്ചിൻ്റെ വെഡ്ഡിങ് ആനിവേഴ്സറി കല്യാണമാണ്. അപ്പോൾ നമ്മൾ അവൾക്ക് വേണ്ടിയിട്ട് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും അവളും ഏകദേശം ഒരു ചുരിദാറാണ് എടുത്തത്. ഞാൻ ഒരു മഞ്ഞ കളറും അവൾ ഒരു ചെറിയൊരു കാപ്പിപ്പൊടിയാന്ന് തോന്നുന്നു, കാപ്പിപ്പൊടി പീച്ചു അങ്ങനെ ഏതൊരു അവൾ അങ്ങനത്തെ ഒരു കളറാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ആളുടെ പേര് വന്ദന എന്നാണ്. അപ്പോൾ ആൾ നമ്മുടെ അടുത്ത് റിസപ്ഷനിൽ നേരത്തെ നിന്നാണ്, ഇപ്പം ഇല്ല, റിസൈൻ ചെയ്തു. കല്യാണമൊക്കെ ഇപ്പോൾ റിസൈൻ ചെയ്തതാണ്, പുതിയ കുട്ടിയൊക്കെ വന്നു. അപ്പം നമ്മൾ ഇവിടുത്തെ കല്യാണം കണ്ടിട്ടില്ല, ആഘോഷിച്ചിട്ടില്ല, എങ്ങനെയാണ് എന്താണ് ഏത് രീതിയിലാണെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് പോണതിൻ്റെ ഭയങ്കര സന്തോഷത്തിലാട്ടോ. പിന്നെ ആളൊരു പാവോടി ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ഒരു ഇഷ്ടമുണ്ട്. അപ്പം ഞങ്ങൾ ഏകദേശം എന്താ കൊടുക്കുക അങ്ങനെയൊക്കെ ഒത്തിരി പ്ലാൻ ചെയ്തിട്ട് അങ്ങനെയാണ് ഞങ്ങൾ ലാസ്റ്റ് ഇവിടെ എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിയുമ്പോൾ കൂടുതൽ അവർ ചുരിദാറുകളാണ് ഇടുന്നത്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ചുരിദാറാക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ പോയി ചുരിദാറൊക്കെ എടുത്ത് സെറ്റായി. ഇപ്പം ഇത് പൊതിയണതിൻ്റെ ഞങ്ങളിങ്ങനെ ഓരോ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. എങ്ങനെയാണ് പോവുക, 2 രീതിയിലാണോ അതെല്ലാവരും ഒന്നിച്ചാണോ? അപ്പോൾ ആദ്യം എന്താ പറഞ്ഞതെന്ന് വെച്ചാൽ ഡോളി ദീദിയും അഞ്ചും ആഷിക്കും ഒന്നിച്ച്, അത് കഴിഞ്ഞ് ഞാനും ഡോക്ടറും ദ്രിജിത്തും ഒന്നിച്ചെന്നാണ്. അന്നേരം ഞങ്ങൾ പറഞ്ഞു നിങ്ങൾ വന്നു കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നിച്ച് ഫുഡ് കഴിക്കാം. ആകെ നമ്മൾ ഡ്യൂട്ടി ടൈമിൽ 2 മണിക്കൂറത്തെ ബ്രേക്കിൻ്റെ ഇടയിലാണ് നമുക്ക് പോകുന്നത്. അപ്പം ഒരാൾ പോയി കഴിഞ്ഞിട്ടാണ് അടുത്ത ആൾക്ക് പോകാൻ പറ്റുള്ളൂ. കാരണം അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വർക്ക് വന്നാൽ ശരിയാവില്ലല്ലോ. പിന്നെ ഞങ്ങളുടെ ഒരു ഇതൊക്കെ പ്രാർത്ഥിച്ചൊക്കെ കിട്ടിയപ്പോൾ ഞങ്ങൾക്ക് 2 കൂട്ടർക്കും ഒന്നിച്ച് വെച്ചാൽ പോയത് അവർ നേരത്തെ പോയി, ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ പോയത്. പക്ഷേ തിരിച്ച് വന്നൊക്കെ ഒന്നിച്ചാണ്, ഫുഡ് കഴിച്ചത് ഒന്നിച്ചാണ്. അങ്ങനെ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ആഷിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ വർത്താനമൊക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒത്തിരി വർത്താനമൊക്കെ പറയുന്നുണ്ട്. പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചാൽ ഫാൻ ഇട്ടേക്കണ കാരണം അതിൻ്റെ സൗണ്ടാണ് മുന്നിൽ. അപ്പം ഞങ്ങൾ വർത്താനം പറയുന്നത് ഒത്തിരി കേൾക്കാൻ പറ്റാത്ത രീതിയിലായിപ്പോയി. ഒത്തിരി കാര്യങ്ങൾ ഞങ്ങളിങ്ങനെ ഓരോന്ന് സംസാരിക്കണ്ടായിരുന്നു. കൂടുതലും അവളെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ആദ്യമായിട്ട് ഇവിടുത്തെ കല്യാണത്തിന് ഇപ്പോൾ എങ്ങനെയായിരിക്കും, നമ്മുടെ നാട്ടിലെ പോലത്തെ കല്യാണമായിരിക്കുമോ? അപ്പോൾ ഡോളി ദീദിയുടെ കസിൻസിൻ്റെ കല്യാണത്തിനൊക്കെ നമ്മൾ വിളിച്ചിരുന്നു, പോയിരുന്നില്ല. പക്ഷേ വീഡിയോ കാണിച്ചതിൻ്റെ ഡോളി ദീദിയുടെ കസിൻസിൻ്റെ കല്യാണമൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഇവിടുത്തെ പിള്ളേരല്ല കൈ നിറച്ച് വളയൊക്കെ ഇട്ട് വലിയ വലിയ മാല, വലിയ കമ്മലും, അതുപോലെ അങ്ങനത്തെ ഒരു ഫംഗ്ഷനായിരുന്നു. അപ്പോൾ ഞങ്ങളങ്ങനെ ഒത്തിരി ചിന്തിച്ചിട്ടുണ്ട്, ഈ അടിപൊളിയായിരിക്കും, വന്ദന ഒരുങ്ങി കഴിയുമ്പോൾ സൂപ്പറായിരിക്കും, ഗ്ലാമറായിരിക്കും എന്നൊക്കെ ഞങ്ങളിങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞാണ് പോകുന്നത്. ഇതിന്റെ റോസാപ്പൂ എടുക്കട്ടെ?
ആ അറിയില്ല അറിയില്ല. പൈസ കൊടുക്കാന്ന് പറഞ്ഞ് പിടിച്ച് നിർത്തിയിരിക്കുകയാണ്. ശിവൻ എന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ടാവും. ചേച്ചി ചേച്ചി എഴുതിയിട്ട് ഒട്ടിക്കുക എന്നറിയാവോ? അവിടെ ഉണ്ടല്ലോ എഴുതാൻ പറ്റുമോ? ഇവിടെ ഇതാ ഇവിടെ ചേച്ചി ഒട്ടിക്കും. ഒരു ബുക്ക് റെക്കോർഡ് എന്താണ് റെക്കോർഡ് അല്ല ഏതൊരു ബുക്ക് ഉണ്ടോ ഫ്രണ്ടിൽ? നമ്മുടെ പേര് മാത്രം എഴുതുന്നല്ലേ. അല്ല ചേച്ചിൻ്റെ അല്ല. എഴുതിട്ട് വേണേ സെറ്റായില്ലെങ്കിൽ 5 വർഷത്തിന് വേണ്ടേ ബ്ലാക്ക് കേരളത്തിലാണോ 1000 അത് ശരി. അങ്ങനെ ഇവന്റെ ഒരു ഇത് പോലെ ഇവനാണെങ്കിൽ കൊടുക്കുമല്ലോ. ഇവിടുന്ന് താഴെ പോട്ടെ പേരെടുക്കുക എടുക്കോ. ബുക്കിന്റെ ബുക്ക് അവർക്ക് നന്ദി പറയാം. അഞ്ച് വർഷത്തിന് മുമ്പ് ആളുകൾ വരെ ആദ്യം മനസ്സിലായി ഇതൊക്കെ കഴിഞ്ഞ പോയി. ഇതെവിടെ ഒട്ടിക്കുന്നു? ഇങ്ങനെ ഒട്ടിക്കണം സൈഡിൽ ഇങ്ങനെ. ഇത് കണ്ടോ? ഞാൻ എന്നിട്ട് തൂത്തതാ. ഇതിങ്ങനെ വെച്ചിട്ടേ ഒട്ടിച്ചതാ ഇങ്ങനെ. അതിന്റെ മേലെ തന്നെ ഒട്ടിക്കണം അല്ലെങ്കിലേ നേരെ ഒട്ടിക്കും. ആ അല്ലെങ്കിൽ കീറി പോരൂലേ. മടി ഇത് ബാക്കി പേര് മനസ്സിലായില്ല. അതെ. ഇനി അത് തീരുമാനം എന്റെ അന്നത്തെ നമുക്ക് കവർ കിട്ടോ. മതി. നേരെ ചേച്ചി ബാത്റൂമിലാണ്
ഓക്കെ ഞങ്ങൾ ഗിഫ്റ്റൊക്കെ കൊടുത്തു. ഞങ്ങൾ പോകുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചല്ല പോണേ, പക്ഷെ സിനിമ കണ്ടിട്ട് ഡ്രസ്സ് ഞങ്ങൾ ഒരുപോലെ ആളെ നോക്കുമ്പോൾ നല്ല ഇല്ലല്ലോ താഴെ പാർക്കിൽ എടുക്കുന്നുണ്ടോ അടുക്കള അപ്പൊ ശരി, ഇനി ബാക്കി പോവാൻ നേരത്തെ അഞ്ചു തെഞ്ഞു നമ്മുടെ ഡ്രസ് കോഡ് ഇതാണ്. എന്നെ കാണൂല. ത്രിജിനെ ഞാൻ കാണിച്ചു തരാം. ഇത് കോമ്പടി ഞാൻ ഒരുപോലത്തെ ഷൂസൊക്കെ ഇട്ടതാണ്. ഡോക്ടർ പറഞ്ഞു ഡോക്ടർ ഫാമിലി ഇപ്പോൾ വരും. ഞങ്ങൾ കല്യാണത്തിന് അവിടുന്ന് എടുക്കാൻ പറ്റുന്ന ഉറപ്പില്ലടോ. എടുക്കാൻ നോക്കാന്നേ ഉള്ളൂ, ഉറപ്പില്ല. അല്ലെങ്കിൽ ചിന്നു എടുക്കുന്നതായിരിക്കും. പച്ചറൊട്ടി കയറിക്കാന്നാലും എന്തായാലും വണ്ടി വരട്ടെ, വണ്ടി വന്നിട്ട് വണ്ടിക്ക് കളിയാൻ കുറച്ച് ദൂരമുണ്ട് അല്ലേ? അല്ലോ അപ്പോൾ ഇതാണ് കല്യാണ പെണ്ണ്, വന്ദന ഇതാണ്. അപ്പോൾ അവരുടെ എന്തോ ഒരു ആചാരത്തിൽ ഞങ്ങൾ ചെന്നപ്പോൾ ഭയങ്കര സങ്കടമായിട്ട് അവൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്തൊരു രീതിയിലാണ്. പക്ഷേ അനീറ്റിയൊക്കെ നല്ല സെറ്റപ്പായിട്ട് നല്ല വളയും നല്ല അടിപൊളി ലെഹങ്കയൊക്കെ ഇട്ടായിരുന്നു. പക്ഷേ എനിക്ക് തോന്നുന്നു ഈ തൈരും മഞ്ഞളും അവരുടെ ആചാരം പോലെ ചെയ്യണ കാരണം ഡ്രസ്സ് കേടാക്കാതെ വീട്ടിലിരുന്ന് ഡ്രസ്സിട്ട് ചെയ്തതായിരിക്കും. ഇതിപ്പോൾ എന്താണ് എന്നാ നെറ്റത്തും തോളത്തും കാൽമുട്ടിലും കാൽപാദത്തിലും ഇങ്ങനെ തൈരും മഞ്ഞൾപ്പൊടി എന്തോ കലക്കിയിട്ട് അവരിങ്ങനെ പുല്ലോ അതുകൊണ്ട് എന്തോ ചെയ്യുന്ന ഒരു ആചാരമാണ്. അപ്പോൾ അത് ഞങ്ങൾ കുറച്ച് നേരം നോക്കിയിരുന്നു. പിന്നെ അവൾ ഒരുങ്ങണയോ മേക്കപ്പ് ചെയ്യണയോ നല്ല ഡ്രസ്സ് ഇട്ടിക്കണോ ഒന്നും ഞങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. കാരണം അവർക്ക് ഇപ്പം തന്നെ സമയം 1:30-2 മണിയായി, ഫുഡിൻ്റെ സമയമായി. പക്ഷേ ഇവരുടെ ആചാരം ഇവിടെ കല്യാണം എന്ന് പറഞ്ഞാൽ രാത്രിയാണ്. 9-9:30 എങ്ങാണ്ടാവുമ്പോഴാണ് ഇവരുടെ കല്യാണം കഴിഞ്ഞ് കൊണ്ടുപോകുന്നത്. ഇതൊക്കെ കഴിഞ്ഞ് അവൾ ഇനി ബ്യൂട്ടി പാർലറിൽ പോകണം. അതൊന്നും ഞങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റില്ല കേട്ടോ. എന്താ എങ്ങനെയാണെന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഞങ്ങൾക്ക് ഈ ഒരു രീതി കാണുമ്പോൾ പെട്ടെന്നൊരു സങ്കടമായിട്ട് വെച്ച് നമ്മളെല്ലാവരും നന്നായിട്ടൊരു ഇങ്ങനത്തൊരു നമ്മളൊട്ട് പ്രതീക്ഷിക്കാത്ത ആചാരം. ഇതാണ് നമ്മുടെ കല്യാണ ചെറുക്കൻ. പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ആരും ഉണ്ടായിരുന്നില്ല. പിന്നെ ഇതാണ് കല്യാണ ചെറുക്കനൊക്കെ ഇങ്ങനെ ചുമ്മാ വന്ന് അവിടെ ബെഡിൽ ഇങ്ങനെ ഇരിക്കുമായിരുന്നു. പിന്നെ പരിചയപ്പെടാനും നിന്നില്ലേനും ജസ്റ്റ് കണ്ടു, അത്രയേ ഉള്ളൂ. പിന്നെ ഞങ്ങൾ അവിടെ ഇരുന്ന് കുറച്ച് ഫോട്ടോസ് എടുത്തു, അത്രയും. പിന്നെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. ഇനി വൈകുന്നേരമല്ലേ പരിപാടി, നമുക്ക് എന്താ എങ്ങനെയാണെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് തിരിച്ചു പോന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായ എല്ലാം ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഓക്കെ, ബൈ.